എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സൂസനെയും ലോറലും കൂടെ അവിടെ ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ള പരിപാടികളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് ജൂലൈ 4th ആണ്. അപ്പൊ അതുപോലെ തന്നെ ജൂലൈ 4th ഈ സൂസനയുടെയും ലോറലിന്റെയും ഹസ്ബൻഡ്സ് വരുന്നത്. പിന്നീട് ആ ഒരു വീക്കെൻഡ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ അച്ഛന്മാര് തിരിച്ച് അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് പോകും. സൂസനയുടെ ഹസ്ബൻഡിന് ബിസിനസ് ആണ്, സോ അദ്ദേഹത്തിന് ബിസിനസിന്റെ തിരക്കുണ്ട്. പിന്നീട് ലോറലിന്റെ ഹസ്ബൻഡ് എന്തോ ഗവൺമെന്റ് ജോബ് അങ്ങാണ്ടാണ്, സോ അയാൾക്കും തിരക്കാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ സൂസനെ പറയുന്നുണ്ട്, ബെല്ലി ക്യാമിന്റെ അടുത്ത് ഇതുവരെയും അവളുടെ എസ്കോർട്ടായിട്ട് ആ ഒരു ഡബ്ബോളിന് പോകാവോ എന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. സോ ഈ കാര്യങ്ങളെല്ലാം സൂസിനെ മനസ്സിലാക്കി ക്യാം എസ് പറഞ്ഞില്ലെങ്കിൽ സ്റ്റീവ് അവളുടെ കൂടെ എസ്കോർട്ടായിട്ട് ചെല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റീവ് പറയുന്നു, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഷൈലയുടെ കൂടെ പോകണം എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ലോറലിന് മനസ്സിലാവുന്നത് ഇവൻ ഡെബ്യൂട്ടൻ ബോളിന് പോകുന്നുണ്ട് എന്നൊക്കെ. സോ അങ്ങനെ ലോറലിനെ കണ്ടപ്പോൾ സൂസിനെ ചോദിക്കുന്നു, എടി നീ മേക്കപ്പ് എങ്ങാണ് ഇട്ടോ എന്നൊക്കെ. അപ്പം കാരണം എന്താണെന്ന് സൂസിനെക്ക് മനസ്സിലാവുന്നു. കാരണം അന്ന് ലോറലിന്റെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള ജോൺ അങ്ങോട്ട് വരുന്നുണ്ട്. സോ ഒരു 3 years മുമ്പാണ് ഇവർ ഡിവോഴ്സ് ആയത്. പിന്നീട് ആ ഒരു ടൈമിലൊന്നും അത്ര നല്ല ടേംസിലല്ലായിരുന്നു ഇവര്. പിന്നീട് ഇപ്പം നല്ല ഫ്രണ്ട്സ് ആയി. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സൂസനയുടെ വീട്ടിലോട്ട് പതിപോലെ തന്നെ ജൂലൈ 4th ആയപ്പോൾ ജോണും കൂടെ വരുന്നു. ആ ഒരു ടൈമിൽ ആദം വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദം വരത്തില്ല, അയാൾക്ക് ബിസിനസ് ട്രിപ്പ് ഉണ്ട് എന്ന് സൂസന പറയുന്നു. സൂസനയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആഡമിനെ കുറിച്ച് കൂടുതൽ പറയാൻ സൂസനയ്ക്ക് അങ്ങോട്ട് എന്തോ ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ വരത്തില്ല എന്നറിഞ്ഞപ്പോൾ നമ്മുടെ കോണറിനും ജെർമിയക്കും ചെറിയൊരു വിഷമം ആകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ജോൺ മാത്രമായിട്ടില്ല, ജോണിന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള വിക്ടോറിയയും കൂടെ ജോണിന്റെ കൂടെ വരുന്നുണ്ട് എന്ന് ലോറൽ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് ബെല്ലിക്ക് അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല. അങ്ങനെ പിന്നീട് ആദം വരത്തില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ആദമിനെ ലോറൽ കോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജോണിന്റെ മുറി വൃത്തിയാക്കാൻ വേണ്ടി നമ്മുടെ ബെല്ലിയും കോണറും കൂടെ പോകുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ ബെഡ് എങ്ങനെ വിരിക്കേണ്ടത്, അങ്ങനെ ഇട്ട് വിരിക്കുക, ഇങ്ങനെ ഇട്ട് വിരിക്കുക എന്നൊക്കെ കോണർ ഇങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. നിനക്ക് ഇത്ര അറിയെങ്കിൽ നിനക്കും കൂടെ ഒന്ന് വിളിച്ചൂടെ എന്നൊക്കെ ഇവള് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കോണറും കൂടെ ചേർന്ന് ആളെ സഹായിക്കുന്നു. ആ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് ജോണും വിക്ടോറിയയും വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ സൂസനെയും ലോറലും ഫ്രണ്ടിൽ നിൽപ്പുണ്ട് അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി. വാതിലിന്റെ പിന്നിലാട്ടെ 4 എണ്ണവും നിൽപ്പുണ്ട്. ചെറുമിയ വിക്ടോറിയ കണ്ടിട്ട് പറയുകയാണ്, നിന്റെ സ്റ്റെപ്പ് മദർ ഭയങ്കര ഹോട്ട് ആണല്ലോ എന്നൊക്കെ. അങ്ങനെ ജോൺ അകത്തോട്ടേക്ക് കയറി വരുന്നു. ജോണിന്റെ 2 മക്കളെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അധികം ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ നല്ല കുട്ടികളാണ് എന്നാണ് നിങ്ങളുടെ അച്ഛൻ എപ്പോഴും പറയുന്നത് എന്നൊക്കെ വിക്ടോറിയ ഈ 2 പേരെടുത്തും പറയുന്നു. എന്നിട്ട് വിക്ടോറിയ ജോണും ആ കിച്ചണിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിക്ടോറിയ സൂസനയുടെ ആ ഒരു കിച്ചൺ കണ്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് അമ്പരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അവള് പോംഗ്രാനൈറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി. സോ ഒരു പോംഗ്രാനൈറ്റും ഇവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു പാർട്ടി ഏകദേശം സ്റ്റാർട്ട് ആകുന്നുണ്ട്. നമ്മുടെ ജോണും വിക്ടോറിയയും വന്നിട്ടുണ്ട്. പിന്നീട് ഡെബ്യൂട്ടൻ ബോൾസിലെ കുറച്ച് ഗേൾസും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ലൈക്ക് കോണറിന്റെ ഗേൾഫ്രണ്ട്, പക്ഷേ ഗേൾഫ്രണ്ട് ആണോ എന്നറിയത്തില്ല, ആ ഒരു രീതിയിൽ പോകുന്ന നിക്കോൾ, പിന്നീട് സ്റ്റീവിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഷൈല, പിന്നീട് അവർക്ക് 2 പേർക്കും കൂട്ട് ആ ഡബ്ബോളിൽ തന്നെ ഒരു പെൺകുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വിക്ടോറിയ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി പോംഗ്രാനൈറ്റിന്റെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ജ്യൂസ് കുടിച്ചപ്പോൾ ബെല്ലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട്. എന്നിട്ട് ബാക്കി വന്ന ജ്യൂസ് എല്ലാം അവിടെ ബാക്കിയുള്ളവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി നമ്മുടെ വിക്ടോറിയ പോകുന്നു. ആ ഒരു ടൈമിൽ കോണറും കൂടെ അങ്ങോട്ട് വന്നിട്ട് അവിടെ ഇരുന്ന ബാക്കി പോംഗ്രാനൈറ്റും കൂടെ എടുത്ത് ജ്യൂസ് അടിക്കുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബെല്ലി കുറച്ച് വോഡ്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചല്ല, ഇച്ചിരി കൂടുതൽ വോഡ്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് അവർ ജ്യൂസ് അടിക്കുന്നു. അങ്ങനെ അവർ 3 പേരും സന്തോഷിച്ചിരിക്കുമ്പോഴായിരുന്നു അവരുടെ 2 പേരുടെയും അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്. കോണറുടെയും ജെർമിയുടെയും അച്ഛനായിട്ടുള്ള ആദം ഫിഷർ. ആദം വരത്തില്ലെന്നാണ് കുട്ടികൾ 2 പേരും വിചാരിച്ചത്. പക്ഷെ ഇപ്പം അങ്ങേര് വന്നിരിക്കുന്നു. ബിക്കോസ് ലോറല് വിളിച്ചോണ്ട്. ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴേ ലോറലിന് ഭയങ്കര സന്തോഷമാവുന്നു. പിന്നീട് ജെർമിയ ആദമിന്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് ജൂലൈ 4th ആയതുകൊണ്ട് തന്നെ ടൗണിലുള്ള മിക്ക ഉള്ളവരും ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി ഫയർ ക്രാക്കേഴ്സ് മേടിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് രാത്രി ഇരുന്ന് പൊട്ടിക്കാം എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അതിനെന്താ മോനെ, ഞാൻ എന്തായാലും ഇന്ന് കാണും എന്നൊക്കെ ഇയാളും ഇവനോട് പറയുന്നു. അങ്ങനെ സൂസന്നെ ആദമിനെ കാണുന്നു. ആദമിനെ കാണുമ്പം ആദ്യം ജസ്റ്റ് ചിരിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ജസ്റ്റ് ഒരു ഓക്വേർഡ് സൈലൻസ് അടിക്കുന്നു. എല്ലാവർക്കും അത്ര പന്തിയല്ല കാര്യം എന്ന് മനസ്സിലാവുന്നുണ്ട്. ലോറലിലും സംശയം തുടങ്ങുന്നു, എന്താണ് സൂസന് ആദമിനെ കണ്ടിട്ട് അത്ര നല്ല സന്തോഷത്തിലൊന്നും നിൽക്കാത്തത് എന്നൊക്കെ. അങ്ങനെ കുട്ടികളും ലോറലും അവിടെ നിന്ന് പോയ ശേഷം അവർ 2 പേരും തനിച്ചാകുന്നു. ആ ഒരു ടൈമിൽ ആദം സൂസനോട് പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് സ്കോട്ട്ലൻഡിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാൻസറിന്റെ ട്രയൽ നടത്തുന്നുണ്ട്, നിനക്ക് അങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും സൂസന ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ. ലോറൽ തന്നെ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോടുള്ള ദേഷ്യങ്ങളെല്ലാം മാറിയെന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് സൂസനയുടെ അടുത്ത് ആദം പറയുന്നു. ലോറൽ ഇദ്ദേഹത്തിനെ വിളിച്ച കാര്യം സൂസൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് ആദമിന് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ഇടയിലുള്ള കാര്യം അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ ഇന്ന് ജെർമിയ ഫയർ വർക്സിനെ തുടർന്ന് എക്സൈറ്റഡ് നിൽക്കുകയാണ്. ആ കുട്ടികളുടെ സന്തോഷം ഞാൻ കാരണം കെടുത്തി കളയുന്നില്ല എന്നൊക്കെ സൂസന് ആദമിന്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നു. അങ്ങനെ ഈ കുട്ടികളെല്ലാവരും കൂടെ ലൈക്ക് ബെല്ലി, സ്റ്റീവ്, ഷൈല, നിക്കോൾ, കോണർ, ജെർമിയ, പിന്നീട് മറ്റൊരു പെങ്കൊച്ചും കൂടെ എല്ലാവരും കൂടെ ആ ഒരു ബീച്ചിന്റെ സൈഡിൽ പോയിരിക്കുന്നുണ്ട്. സോ ബെല്ലി ആണെങ്കിൽ അവള് ഉണ്ടാക്കിയ ഒരു പൊംഗ്രാനൈറ്റ് ഉണ്ടല്ലോ, കുറച്ച് വോഡ്കയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഡ്രിങ്ക്സ് എല്ലാം ഇവർക്ക് എല്ലാവർക്കും കുടിക്കുന്നു.
കുടിക്കുന്നു. കോണർ ആണെങ്കിൽ മിനിറ്റിന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ആളുകളെല്ലാം കുറച്ചൊന്ന് സിപ്പ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെയല്ലേ കുടിക്കുന്നത്. ഇവനാണെങ്കിൽ പെട്ടെന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നിക്കോൾ പറയുന്നു, എടാ ഇത് റേസ് അല്ല, പതുക്കെ കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോഴേക്കും ബെല്ലി പറയുന്നു, നമുക്കിത് ജസ്റ്റ് റേസ് ആക്കിയാലോ എന്ന് പറഞ്ഞ് ഇവർ ഓരോ ഗെയിം കളിച്ച് ഈ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. അങ്ങനെ കുടിച്ചു വന്നപ്പോൾ നമ്മുടെ ബെല്ലി കുറച്ചധികം ഈ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. അങ്ങനെ അവർ അതിനെല്ലാം ശേഷം അവിടെ കുറച്ച് വെയിലും കൂടെ കൂടുതലായപ്പോൾ അവർ നേരെ വീട്ടിലോട്ടേക്ക് പോകുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി, ഇവരുടെ കൂടെ ക്യാമും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാമും ബെല്ലിയും സൈഡിലിരിക്കുന്നു. സ്റ്റീവും ഷൈലയും നിക്കോളും പിന്നെ മറ്റു ചില പെങ്കൊച്ചും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ഒത്തിരി കാര്യങ്ങൾ. സോ ഇതെല്ലാം രണ്ടുപേർക്കും ബെല്ലിക്കും ക്യാമിനും ഇതെല്ലാം കേട്ടിട്ട് ബോറടിക്കുന്നുണ്ട്. അവർക്ക് എണ്ണീറ്റ് പോകാനും പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ അവിടെ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ബെല്ലി കുറച്ച് കുടിച്ചോണ്ട് തന്നെ അവൾ അങ്ങനെ വലുതായിട്ട് എണ്ണീറ്റ് പോകാനൊന്നും നോക്കുന്നില്ല. അവള് കോണർ ജെർമിയായിട്ട് ഒരു ഹാൻഡ് ബോൾ കളിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ ഇവള് നോക്കുന്നു. ഇവളെ ക്യാം നോക്കുന്നുണ്ട്, പക്ഷെ ഇവള് ക്യാമിനെ നോക്കുന്നില്ല. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഈ ബെല്ലി ആണെങ്കിൽ ക്യാമിനെ ജസ്റ്റ് ഒരു സൈഡ് കിക്ക് ആയിട്ടാണ് കൊണ്ടു കിടക്കുന്നത്. അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവൾക്കും അറിഞ്ഞൂടാ. പാവം ക്യാം ആണെങ്കിൽ ഇതിന്റെ ഇടയിൽ വിട്ട് ഒരു വിക്ടിമിന്റെ കൂട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബെല്ലിക്ക് കോണറിന് ഇഷ്ടമാണ്, കോണറിന് ബെല്ലിനെ ഇഷ്ടമാണ്. ബട്ട് ഈ ഒരു ടൈമിൽ കോണർ നിക്കോളിന്റെ കൂടാണ്. ആ ഒരു അതും ഒരു സിറ്റുവേഷൻഷിപ്പ് ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ നിക്കോള് സീരിയസ് ആണ്, കോണർ സീരിയസ് അല്ല. അതുപോലാണ് ഇവിടെ ബെല്ലിയും ക്യാമും തമ്മിലുള്ളതും. അവർ ഫിസിക്കലായിട്ടില്ല, പക്ഷെ അവർ തമ്മിലുള്ളതും എന്തോ ഇതുപോലൊക്കെ തന്നെയാണ്. ബെല്ലി സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടാണ്, അല്ലയോന്ന് ചോദിച്ചാൽ അല്ല ആ ഒരു രീതിയിൽ. പക്ഷെ ക്യാം ആണെങ്കിൽ ബെല്ലിയുടെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആണ്. ക്യാം ആണെങ്കിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് എപ്പോഴാണ് തന്നെ ഇനി എസ്കോർട്ടായിട്ട് വിളിക്കുന്നത് എന്നൊക്കെ. സോ അങ്ങനെ ഇരിക്കുന്ന ടൈമിലായിരുന്നു നമ്മുടെ ഷൈലയും നിക്കോളും ഒക്കെ പറയുന്നത്, നീ ഇട്ടേക്കുന്ന ഡ്രസ്സ് നല്ല ഡ്രസ്സാണ് എന്ന് ബെല്ലിയുടെ അടുത്ത്. ഇത് അവൾക്ക് ടൈലർ തന്ന ഡ്രസ്സാണ്. ഇവള് കുടിച്ചോണ്ടൊക്കെ തന്നെ കുറച്ചും കൂടെ കൂട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, എടി ഷൈല നിന്റെ കൂട്ടാണ് ടൈലർ ഇരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഫാഷനിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും നമ്മുടെ സ്റ്റീവിന് ഇഷ്ടം എന്നൊക്കെ ഇവളുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട്. ഇവള് വെളിവോടല്ലേ ഒന്നും പറയുന്നത്. അപ്പോഴേ നമ്മുടെ ഷൈലയ്ക്ക് ചെറുതായിട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് ക്യാം ആണെങ്കിൽ ഇവളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇവള് പറയാം, രണ്ടുപേരും കിസ് ചെയ്തു, പക്ഷെ നിന്നെയാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അപ്പോഴേക്കും ഷൈലയ്ക്ക് മിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ കോണറും ജെർമിയും അവിടെ ഇരുന്ന് ആ ഒരു ഹാൻഡ് ബോൾ കളിക്കുന്നുണ്ടല്ലോ. സോ ആ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് ആദം വരുന്നുണ്ട്. ആദം വന്നപ്പോഴത്തേക്കും നമ്മുടെ കോണർ ആ ഒരു കളി നിർത്തി അവൻ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്, എന്തോ ഒരു അസ്വസ്ഥ മനോഭാവത്തിൽ. ജെർമിക്ക് എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ നമ്മുടെ കോണർ ആ ഒരു ബീച്ചിന്റെ ഭാഗത്ത് ചെറിയൊരു കുഴി എടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജെർമി വരുന്നുണ്ട്. ജെർമി വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നു, നിനക്ക് ഒരു ദിവസമെങ്കിലും അച്ഛൻ്റെ അടുത്ത് കുറച്ച് സന്തോഷത്തോടെ നിന്നൂടെ എന്നൊക്കെ പറഞ്ഞ്. അവൻ അതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജെർമിയ അവന്റെ കയ്യിലിരുന്ന ഒരു പായല് പോലുള്ള സാധനം കോണറിന് ദേഹത്തോട്ടേക്ക് എറിയുന്നു. കോണർ ഇവരെയൊക്കെ കാട്ടി കുറച്ച് മൂത്തതാണല്ലോ. സോ അതുകൊണ്ടൊക്കെ തന്നെ ഇവൻ വലിയ വഴക്കിനോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റീവിനെയും ആദമിനെയാണ്. സ്റ്റീവ് തന്റെ പ്ലാൻസ് എല്ലാം ആദമിന്റെ അടുത്ത് പറയുന്നു. കാരണം ഇവൻ പ്രിൻസ്റ്റണിൽ പോകുന്നുണ്ട്, അതിന് മുമ്പ് കുറച്ച് അഡ്മിഷൻ പ്രോസസ് ഉണ്ട്, അതിന് കുറച്ച് പൈസ ചെലവുണ്ട്, പ്രിൻസ്റ്റണിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഫിനാൻഷ്യൽ എയ്ഡ് ഇവന് കിട്ടിക്കോളും എന്നൊക്കെ ഇയാളുടെ അടുത്ത് ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നു, നിനക്ക് ഇപ്പോഴത്തെ ഒരു ക്യാഷിന്റെ ആ ഒരു ടൈറ്റിന് നമ്മുടെ ആ ഒരു ക്ലബ്ബിൽ പോക്കറിന്റെ ഗാംബ്ലിംഗ് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര കാശുകാരൊക്കെ വന്നിരുന്ന് ഇവര് ചീട്ടൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ടൈപ്പാണ്. അപ്പം ആ ഒരു ടൈമിൽ നീ അവിടെ ഒരു വെയിറ്ററായിട്ട് നിന്നാൽ നിനക്ക് നല്ല രീതിയിലുള്ള ടിപ്പ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം ഇനി ചെയ്യണം എന്നൊക്കെ നമ്മുടെ സ്റ്റീവും വിചാരിച്ച് അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കുമാണ് ലോറൽ വന്ന് ആദമിനെ വിളിക്കുന്നത്. അങ്ങനെ ലോറലിന്റെ അടുത്തോട്ടേക്ക് ആദം പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ ഷൈലയും നിക്കോളും പിന്നീട് മറ്റു ചില പെങ്കൊച്ചും 3 പേരും ഊബർ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവര് ഈ കാര്യങ്ങള് ക്യാമും ബെല്ലിയും കാണുന്നു. ബെല്ലി ഫിറ്റായിട്ട് നിൽക്കുകയാണല്ലോ. ബെല്ലി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു ഇത്രയും പെട്ടെന്ന് പോകുന്നത്, എന്താണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും 3 പേരും പറയുന്നു, ഞങ്ങൾ ഇവിടെ കുറച്ച് അധികമായിട്ട് നിന്നു, സോ ഞങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പോകുന്നത്. ഇവൾക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ 3 പേരും പോകുന്നതിന്റെ കാരണം. റീസൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റീവ് ഷൈലയെ ചീറ്റ് ചെയ്തു. അതാണ് മെയിൻ റീസൺ ഇവർ 3 പേരും പോകാനുള്ളത്. അങ്ങനെ ക്യാമിന് മനസ്സിലാക്കുന്നു ബെല്ലി ഇപ്പോൾ ഫിറ്റ് ആണ്. സോ ഇവളുടെ അടുത്ത് ഇപ്പോൾ ആ ഒരു എസ്കോർട്ടിന്റെ ആരോഗ്യം ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കി ക്യാമും ബെല്ലിയുടെ അടുത്ത് പറയുന്നു, എടി ഞാനും അങ്ങോട്ടേക്ക് പോവുകയാണ്, നമുക്ക് നാളെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോകുന്നു. അങ്ങനെ ഈ 3 പേരും പോകുന്നത് നമ്മുടെ സ്റ്റീവൻ കാണുന്നു. സ്റ്റീവ് എന്താണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടുപേരും കാറിന്റെ അടുത്തോട്ട് പോകുന്നു. ഷൈല അവന്റെ അടുത്തൊന്ന് സംസാരിക്കുന്നു. ഷൈല പറയുന്നു, നീ ടൈലറുമായിട്ട് ഹുക്കപ്പ് ചെയ്ത കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും സ്റ്റീവ് പറയുന്നു, അത് ജസ്റ്റ് അപ്പം സംഭവിച്ചു പോയെന്നേ ഉള്ളൂ, അല്ലാതെ അത് സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുള്ള കാര്യമില്ല എന്നൊക്കെ സ്റ്റീവ് ഷൈല എടുത്ത് പറയുന്നു. ഷൈല പറയുന്നു, അതിന് നമ്മൾ രണ്ടുപേരും അത്ര സീരിയസ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അപ്പോഴത്തെ ബുദ്ധിയിൽ ഷൈലയും അവനും സീരിയസ് അല്ല എന്ന് പറയുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ സീരിയസ് ആണ്, പക്ഷെ അവൻ പറഞ്ഞു നിന്നപ്പം സീരിയസ് അല്ല എന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി ഷൈല എക്സ്പെക്ട് ചെയ്തത് തങ്ങൾ രണ്ടുപേരും സീരിയസ് ആണ് എന്നൊരു കാര്യമാണ്. ആടാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഷൈലയും ആ ഒരു കാറിൽ കയറി പോകുന്നു. അങ്ങനെ ലോറൽ ആദത്തിന്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങളും സൂസനയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ.
പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ലോറലിൻ്റെ അടുത്ത് ഇയാൾ പറയുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജെർമി ആണെങ്കിൽ കോണറിന് തേച്ച് ചെറിയൊരു പായൽ എടുത്തൊഴിച്ചല്ലോ. സോ ആ ഒരു കാര്യങ്ങളെല്ലാം കഴുകിക്കളയാൻ തന്നെ കോണർ ചെറുതായിട്ട് കുളിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് നമ്മുടെ ബെല്ലി പോകുന്നു. കോണറിനെ ബെല്ലി കാണുന്നു. കുടിച്ചതുകൊണ്ട് തന്നെ ബെല്ലിക്ക് വലിയ നാണമൊന്നും തോന്നുന്നില്ല അവൻ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബെല്ലി ഫിറ്റാണ്. അതുകൊണ്ടൊക്കെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവള് കണ്ടായിരുന്നല്ലോ ഒരു ഇൻഫിനിറ്റിയുടെ കൂട്ടുള്ള ഒരു നെക്ലസ് ഇവൾക്ക് മേടിച്ചു വെച്ചത് അവൻ, പക്ഷെ ഗിഫ്റ്റായിട്ട് ഇവൾക്ക് കൊടുത്തില്ല. സോ ഈ ഒരു സമയം വന്നപ്പോൾ ഇവൾ ആ ഒരു കാര്യം അവൻ്റെ അടുത്ത് അങ്ങ് ചോദിക്കുന്നു. ആ ഒരു കാര്യം കേട്ടപ്പോൾ അവനൊന്നും ബെല്ലിയുടെ അടുത്ത് പറയാനില്ല. അങ്ങനെയുള്ള രീതിയിൽ അവൻ അവിടെ നിൽക്കുന്നു. ആ ഒരു സൈലൻസ് വന്നപ്പോൾ നമ്മുടെ ബെല്ലിക്ക് മനസ്സിലാവുന്നു അവൻ ഓൾറെഡി അവൾക്ക് വേണ്ടി മേടിച്ച നെക്ലസ് ആണ് അത് എന്ന്. അവൻ പറയുന്നുണ്ട്, എടി എനിക്ക് കുറച്ച് പ്രൈവസി വേണം, നീ ഒന്ന് പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് ബെല്ലി അവിടുന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവള് കിച്ചണിലോട്ട് ചെല്ലുന്നു. ആ ഒരു ടൈമിൽ ലോറൽ ഉണ്ടായിരുന്നു. പിന്നീട് സൂസനെ അങ്ങോട്ട് നടന്നു വന്നിട്ട് സൂസനെ പറയുന്നു, ഇത് കേക്ക് ടൈം ആണ്, നമുക്ക് കേക്ക് എടുത്ത് കട്ട് ചെയ്യാം, ഇന്ന് ജൂലൈ 4 ആണ് എന്നൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഫ്രണ്ടിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. നമ്മുടെ ബെല്ലി ആണെങ്കിൽ ഫിറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇവളും ആ സൂസന കേക്ക് എന്ന് പറഞ്ഞ് ഇവളും സൂസനയുടെ പുറകിൽ പോയി. സൂസനെ നേരെ ചൊവ്വേ നടന്നു പോവുകയാണ്. ഇവള് സ്ലിപ്പായിട്ട് സൂസനയുടെ പുറത്തോട്ട് വീഴുന്നു. കേക്കും പോകുന്നു. സൂസനയുടെ ഗ്രാൻഡ് മദർ എന്തോ കൊടുത്ത ഒരു കേക്ക് സ്റ്റാൻഡ് ആണത്. ആ ഒരു സ്റ്റാൻഡും പൊട്ടിപ്പോകുന്നു. മറിഞ്ഞു വീണപ്പോഴത്തേക്കും സൂസനയുടെ ഹസ്ബൻഡായിട്ടുള്ള ആദം വന്ന് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. സോ എന്നെ ആരും പിടിക്കണ്ട എന്നൊക്കെ സൂസന അങ്ങോട്ട് പറഞ്ഞിട്ട് ആദമിനെ മാറ്റുന്നുണ്ട്. പിന്നീട് നമ്മുടെ ലോറൽ ബെല്ലിനെയും പോയി പിടിച്ചെണ്ണിപ്പിക്കുന്നു. അതിനുശേഷം ബെല്ലി നിനക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സൂസനെ എണ്ണിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ബെല്ലിയുടെ അച്ഛനായിട്ടുള്ള ജോണ് ബെല്ലിനെ ബെല്ലിയുടെ റൂമിലാക്കുന്നു. എന്നിട്ട് ലോറൽ സൂസനയുടെ റൂമിലോട്ട് വരുന്നു. ലോറൽ വരുന്നതിന്റെ റീസൺ നിനക്ക് അവനോട് ഇത്ര വെറുപ്പ് എന്താണ് എന്നൊക്കെ ചോദിക്കാനാണ് വരുന്നത്. ആദ്യം സൂസന വലുതായിട്ടൊന്നും പറയുന്നില്ല. പിന്നീട് സൂസന പറയുന്നു, ആദം 3 വർഷം മുമ്പ് ആദമിൻ്റെ സെക്രട്ടറിയുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് നമ്മുടെ സൂസനെ ചീറ്റ് ചെയ്തു. ആ ഒരു പ്രശ്നം കാരണം പിന്നീട് അവർ മിണ്ടിയിട്ടേ ഇല്ല. ആ ഒരു ടൈമിൽ നീ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോഴേക്കും സുസന പറയുന്നു, ആ ഒരു ടൈമിൽ എനിക്ക് ആദമിനെ വേണമായിരുന്നു, കാരണം 2 കുട്ടികളായി പിന്നീട് ഡിവോഴ്സ് അങ്ങനൊന്നും എനിക്കത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ എനിക്കിപ്പം ആദമിനെ വേണ്ട, കാരണം ഇതെല്ലാം എൻ്റെ ലാസ്റ്റ് സമയങ്ങളാണ്. ആ ഒരു ടൈമിൽ വീണ്ടും ആദമിന് എൻ്റെ ലൈഫിൽ വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് സൂസന ലോറലിനോട് പറയുന്നു. സൂസൻ ലോറൽ ഇത്രയും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവൾ എന്തുകൊണ്ട് ഈ കാര്യം മറച്ചു വെച്ചു എന്നതിനെയൊക്കെ തുടർന്ന് ലോറൽ കുറച്ച് ദേഷ്യത്തിൽ സൂസനയോട് സംസാരിക്കുന്നു. എന്നിട്ട് അവസാനം അതുകൊണ്ട് പറഞ്ഞിട്ട് ഇവള് ബാറിലോട്ട് നേരെ വണ്ടി എടുത്ത് പോകുന്നു. അങ്ങനെ പിന്നീട് പിള്ളേരും 3 പേരും ആ ഒരു പൂളും അവിടെയുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കുകയായിരുന്നു. എന്നിട്ട് ജെർമിയും സ്റ്റീവും വേറൊരു ഭാഗത്തോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദം വരുന്നു. ആദമിൻ്റെ അടുത്ത് ജെർമി പറഞ്ഞല്ലേ കുറച്ച് നല്ലതായിട്ട് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ച് കോണർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആദം ഇവനെ ചെറുതായിട്ട് വഴക്ക് പറയുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിട്ട് ആ ഒരു രീതിയിലല്ല, ചെറുതായിട്ട്, എടാ നീ ഇവരെക്കാട്ടി കുറച്ച് മൂത്തതല്ലേ, നിനക്കാണെങ്കിൽ ബെല്ലി ഇത്രയും ഇങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ച സമയത്ത് അവളൊന്ന് വിലക്കിക്കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവനെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറയുന്നു. ആ ഒരു കാര്യം കോണറിന് ഇഷ്ടപ്പെട്ടില്ല. കോണർ പറയുന്നു, ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാത്തത് എന്ന് പറഞ്ഞ് അവൻ നേരെ കയറി പോകുന്നു. എടാ മോനെ, ഞാൻ അങ്ങനെയുള്ള രീതിയിൽ ഉദ്ദേശിച്ചല്ല പറയുന്നത് എന്നൊക്കെ കോണറിൻ്റെ അടുത്ത് പറയുന്നു. ബട്ട് കോണർ അങ്ങനെ അത്ര മൈൻഡൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ ബെല്ലിയുടെ ആ ഒരു കെട്ടെല്ലാം അടങ്ങിയപ്പോൾ അങ്ങോട്ടേക്ക് ജോൺ വന്നിട്ട് അവൾക്കൊരു പിസ്സ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ സൂസനയും ലോറലും തമ്മിൽ ചെറിയൊരു വഴക്കായി. അതവരെന്തായാലും മാറ്റിക്കോളും എന്നൊക്കെ ഇവളുടെ അടുത്ത് ഇവൻ പറയുന്നുണ്ട്. കൂടാതെ ജോൺ അന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നില്ല എന്നിവിടെ പറയുന്നുണ്ട്. നേരത്തെ സൂസനയുടെ അടുത്തും ലോറലിൻ്റെ അടുത്തും ജോൺ ഇങ്ങനെ പറഞ്ഞാണ്, പക്ഷെ അവർ ജോൺ വരുന്നതിന് മുമ്പേ എക്സ്പെക്ട് ചെയ്തത് അവിടെ നിൽക്കുമായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയി. അങ്ങനെ ജോണും വിക്ടോറിയയും കൂടെ അവിടെ ആ ഒരു ടൗണിലുള്ള ഒരു ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു ടൈമിൽ തന്നെ ആദമും അവിടുന്ന് പോകുന്നുണ്ട്. കാരണം ഇത്ര ഇഷ്യൂ ആയി, എല്ലാവരുടെയും മുമ്പ് തന്നെ എന്നെ പിടിക്കണ്ട, എന്നെ തൊടണ്ട എന്നൊക്കെ സൂസൻ പറഞ്ഞു. പിന്നീട് അവളുടെ ലാസ്റ്റ് സമയത്ത് ഞാനും കൂടെ അവളുടെ കൂടെ നിന്ന് അവളെ വിഷമിക്കേണ്ട എന്നൊക്കെ വിചാരിച്ച് ആദമും അവിടുന്ന് പോകുന്നു. ഇത് ജെർമിയെ കാണുന്നു. ജെർമി പറയുന്നു, എൻ്റെ കൂടെ ഇന്നത്തെ ഫയർ വർക്കിൽ നിന്നും നിൽക്കുന്നില്ലേ ഡാഡി എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദം പറയുന്നു, ഇല്ല മോനെ, എനിക്ക് പെട്ടെന്നൊരു കോൾ വന്ന് ലണ്ടനിലോട്ട് പോകണം, ഈ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് ആദം അവിടുന്ന് പോകുന്നു. ജെർമിക്ക് വിഷമമൊന്നുണ്ട്. ജെർമിക്ക് ഈ കാര്യങ്ങളൊന്നുമേ അറിഞ്ഞുകൂടാ. അങ്ങനെ ആ ഒരു ടൈമിൽ കാര്യങ്ങളെല്ലാം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി സ്റ്റീവൻ ഷൈലയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. എന്നിട്ട് ഷൈലയുടെ അടുത്ത് സ്റ്റീവ് പറയുന്നു, എടി ഞാൻ അപ്പം സീരിയസ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ അപ്പം കുറച്ച് നെർവസ് ആയിരുന്നു അങ്ങനെ പറഞ്ഞാണ്, പക്ഷെ ഞാൻ നിൻ്റെ അടുത്ത് സീരിയസ് ആണ്. ഞാൻ അന്ന് ടൈലറുമായിട്ട് ഹുക്കപ്പ് ചെയ്ത് അത് ജസ്റ്റ് പണ്ട് എനിക്ക് അവളോട് ക്രഷ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനൊന്നുമില്ല, ഇപ്പം നീയാണ് എനിക്ക് സീരിയസ് ആയിട്ടുള്ളത് എന്നൊക്കെ ഷൈലയുടെ അടുത്ത് സ്റ്റീവൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഏകദേശം കാര്യങ്ങൾ കോംപ്രമൈസ് എത്തിയിട്ട് അവർ രണ്ടുപേരും കിസ് അടിക്കുന്നു. അടുത്ത സീനിൽ ലോറൽ ബാറിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ബാറിൽ വെച്ച് ക്ലീവ്ലൻഡിനെ കാണുന്നു. രണ്ടുപേരും നോവലിസ്റ്റ് ആണ്. സോ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ എങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. ആ ഒരു ടൈമിൽ ജോണും വിക്ടോറിയയും ആ ഒരു ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്യുന്നത് ഇവള് കാണുന്നുണ്ട്. അവർ ഇവളെ കാണുന്നില്ല, പക്ഷെ ഇവള് അവരെ കാണുന്നുണ്ട്. എന്തായാലും ലോറലിന്റെ എക്സ് ഹസ്ബൻഡ് ആണ്. ചെറിയൊരു ഫീലിംഗ് ലോറലിന് ജോണിനെ കാണുമ്പം തോന്നും. സോ ആ ഒരു ടൈമിൽ ആ കാര്യങ്ങളെല്ലാം ഒന്ന് മറക്കാൻ വേണ്ടി തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പുറത്തോട്ട് പോയാലോ എന്നൊക്കെ ക്ലീവ്ലൻഡിന്റെ അടുത്ത് ചോദിക്കുന്നു. എന്നിട്ട് ക്ലീവ്ലൻഡിന്റെ കാറിൽ ഇരുന്ന് ഇവർ ഇന്റിമേറ്റ് ആകുന്നു. എന്നിട്ട് അതിനെല്ലാം ശേഷം നമ്മുടെ ലോറൽ വീട്ടിലോട്ടേക്ക് വരുന്നു. ബെല്ലി അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ട് ബെല്ലി വഴക്ക് പോലും ലോറൽ പറയുന്നില്ല. അപ്പോഴേക്കും ബെല്ലിക്ക് കാര്യങ്ങളെല്ലാം ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബെല്ലിയുടെ കുറച്ചുള്ള ഒരു ഹാങ് ഓവർ മാറാൻ വേണ്ടി
സൂപ്പ് ഉണ്ടാക്കി തരാം എന്നൊക്കെ ലോറൽ പറഞ്ഞിട്ട് ബെല്ലിക്ക് വേണ്ടി സൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഒരു ടൈമിൽ ലോറലിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ വള്ളി അഴിഞ്ഞടക്കുന്നത് നമ്മുടെ ബെല്ലി ശ്രദ്ധിക്കുന്നു. അത് ലോറലിൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ ലോറൽ അത് കെട്ടിവെക്കുന്നു. ബെല്ലിക്ക് മിക്കുള്ള കാര്യങ്ങളും മനസ്സിലാകുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ അവൾ സ്വിം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ആ ഒരു പൂളിൽ. ആ ഒരു ടൈമിൽ കോണർ കുറച്ച് അകലെയായിട്ട് നിൽക്കുന്നത് ഇവൾ കാണുന്നു. അങ്ങനെ കോണറിൻ്റെ അടുത്തോട്ടേക്ക് ഇവൾ പോകുന്നുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട്. അങ്ങനെ അവർ പോയി നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവൾ പറയുന്നുണ്ട് അമ്മ ആരോ ആയിട്ടോ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും കോണറും അതെല്ലാം കേട്ടിച്ചിരിക്കുന്നു. ആരുമായിട്ടാണ് എന്നൊക്കെ കോണർ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് ബെല്ലി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ ഒരു രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജെർമിയ വരുന്നുണ്ട്. ജെർമിയ അകലിൽ നിന്ന് ഈ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നു. എന്നിട്ട് ബെല്ലി ആ ഒരു നെക്ലസിന്റെ കാര്യം കോണറിനോട് ചോദിക്കുന്നുണ്ട്. കോണർ പറയുന്നു എടി നിനക്കാണെങ്കിൽ എല്ലാ ആളുകളിലും ഓരോ രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നു. ഇതൊന്നും കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, അവൾക്കും മനസ്സിലായില്ല. അത് അവൾക്ക് മനസ്സിലായില്ല എന്ന് അവൻ്റെ അടുത്ത് പറയുന്നു. എടി നിനക്കത് മനസ്സിലാകും എന്നൊക്കെ കോണർ ഇവളോട് പറയുന്നു. എന്നിട്ട് പതുക്കെ തന്നെ രണ്ടുപേരും കിസ് അടിക്കാൻ പോകുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ ജെർമിയ ഇത് കാണുന്നു. ജെർമിയയ്ക്ക് ഇതങ്ങോട്ട് അത്ര പിടിക്കുന്നില്ല. അപ്പോഴേക്കും അവൻ്റെ കയ്യിലിരുന്ന ഒരു ഫയർ ക്രാക്കർ അങ്ങോട്ടേക്ക് തൊടുത്തു വിടുന്നു. അവരുടെ ദേഹത്തൊന്നും കൊള്ളുന്നില്ല, സൈഡിൽ പോയി ജസ്റ്റ് പടക്കം പൊട്ടുന്നു. അപ്പോഴേക്കും അവരുടെ കിസ്സിങ് നടന്നില്ല, ആ ഒരു പടക്കം പൊട്ടിയത് ഇവർ കാണുകയും ചെയ്തു. ജെർമിയ വിട്ടെന്ന് ഇവർക്ക് മനസ്സിലായില്ല. പിന്നെ രണ്ടുപേരും ഓക്കോട് അടിച്ചിട്ട് നിൽക്കുന്നു. എന്ന് വെച്ചാൽ കിസ് അടിക്കാൻ അങ്ങോട്ട് പോയി. അവർ കിസ് ചെയ്തായിരുന്നെങ്കിൽ വീണ്ടും കിസ് ചെയ്തേനെ. അവർ കിസ്സും അടിച്ചില്ല, രണ്ടുപേർക്കും ചെറുതായിട്ട് ഓക്കോടും അടിക്കുന്നു. ആ ഒരു രീതിയിൽ അവരവിടെ നിൽക്കുന്നു. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ച് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു.